മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വഴികൾ എത്രയോ അഗ്രാഹ്യമാണ്. തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ജോലിയിലിരിക്കെ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് പുരോഹിതനായി തീർന്ന, തനിക്കുണ്ടായിരുന്ന സ്വത്ത് വകകളെല്ലാം അർഹിക്കുന്നവർക്കായി ദാനം ചെയ്ത, കലയിലും സാഹിത്യത്തിലും ഏറെ താല്പര്യമുള്ള ഒരു പുണ്യജീവിതത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ജോസന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഫാദർ ജോസഫ് നെടുമ്പുറമാണ് നമ്മോടൊപ്പം ഉള്ളത്. അച്ഛ, ജോസന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെയായിരുന്നു അച്ഛന്റെ ചെറുപ്പകാലം? ഏതാണ് അച്ഛന്റെ സ്വന്തം ഇടവക? എൻ്റെ ഇടവക കോതമംഗലം രൂപതയാണ്, നെല്ലിമറ്റം ഇടവക. കോതമംഗലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള, രൂപതയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് നെല്ലിമറ്റം. നെടുമ്പുറം കുടുംബം. ഞങ്ങൾ 10 മക്കൾ, 6 പെണ്ണും 4 ആണും. അതിൽ 4 പേര് കന്യാസ്ത്രീകളാണ്. ഞാൻ അച്ഛനായി. അപ്പോൾ അങ്ങനെ അപ്പച്ചൻ പറയുമായിരുന്നു, ഇങ്ങനെ പകുതി ഞാൻ ദൈവത്തിന് കൊടുത്തു, പകുതി ലോകത്തിന് കൊടുത്തു എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ. അപ്പൻ്റെ ആ പ്രാർത്ഥന ഞങ്ങൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുകയാണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒരു വലിയൊരു ജപമാല എടുത്ത് പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തുന്ന ഒരപ്പനെയാണ് നമ്മൾ കൊച്ചുനാൾ മുതൽ കാണുന്നത്. അപ്പോൾ അതാണ് ആ കുടുംബത്തെ രക്ഷിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പച്ചന്റെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ കാലത്ത് 10 മക്കളെന്ന് പറയുമ്പോൾ ആൾക്കാർ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ അതും അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ പ്രാർത്ഥന, പള്ളി, പട്ടക്കാർ, ഇതൊക്കെ അപ്പച്ചന് വളരെ കാര്യമായിരുന്നു. എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്ത് ഇടവക ദേവാലയത്തിലുള്ള അച്ഛൻ്റെ? ഇടവക ദേവാലയത്തിൽ അന്നത്തെ കാലത്ത് ഈ അൾത്താര ബാലസംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മിഷൻ ലീഗിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യുവദീപ്തിൽ കുറച്ച് നാളൊക്കെ യുവസംഘടനയിലുണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളിയായിട്ട് ഇങ്ങനെയുള്ള വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. പള്ളിയിലെ തിരുനാളുകൾ, മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ. അന്ന് ഇങ്ങനെ ഈ ശനിയാഴ്ച സ്കൂള് എന്നുള്ള പരിപാടിയില്ലല്ലോ. ശനിയാഴ്ച മിഷൻ ലീഗിൻ്റെ ദിവസമാണ്. പള്ളിയിൽ പോകുന്നു, അതിൻ്റെ പ്രാർത്ഥനകൾ, പിരിവ് കാര്യങ്ങൾ, പിന്നെ ഗ്രൗണ്ടിൽ കളി കാര്യങ്ങൾ. അപ്പോൾ അത് വലിയൊരു, അപ്പം അങ്ങനെ ആ ഒരു പള്ളിയോട് ചേർന്ന് വളർന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഒരു UP സ്കൂള് ഞങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ സിസ്റ്റേഴ്സാണ് പഠിപ്പിച്ചിരുന്നത്. ആ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ശിക്ഷണം വളരെ, അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അവർ പണ്ട് സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പറയുമല്ലോ, നിന്നെ കണ്ട ഒരു അച്ഛൻ്റെ, നീ അച്ഛനാകാൻ പോകണമല്ലോ, ഇങ്ങനെ നിരന്തരം അവർ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതൊക്കെ ഈ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അച്ഛൻ്റെ സിസ്റ്റേഴ്സായി എന്ന് പറയുന്ന സഹോദരികൾ അച്ഛനേക്കാൾ മൂത്തവരാണോ? അതിൽ ഒരാൾ മാത്രമേ എൻ്റെ താഴെയുള്ളതാണ്, ബാക്കി 3 പേരും മൂത്തതാണ്. അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാ? അവർ സത്യത്തിൽ മൂത്തയാൾ, ഏറ്റവും മൂത്തത് ചേച്ചിയാണ്, സിസ്റ്ററാണ്. അത് മടത്തി പോയതോ സിസ്റ്റർ ആയതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ എട്ടാമത്തെ ആളാണ്. ഈ 2ാമത്തെ ആൾ ഉടുപ്പിടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചി CMC കോൺഗ്രിഗേഷനാണ്, ഇപ്പോൾ രാമലൂർ വിശ്രമം. 2ാമത്തെ ചേച്ചി CSN നസ്രത്ത് കോൺവെൻ്റാണ്, ഇപ്പോൾ അടിമാലി മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റൽ ഫാർമിസ്റ്റാണ്. അപ്പോൾ 45 കൊല്ലമായി ഈ ഹോസ്പിറ്റലുണ്ടായിട്ട് ഒരേ റോള് തന്നെയാണ് ഇപ്പോഴും പുള്ളിക്കാരത്. ഈ 45 വർഷമായിട്ട് മാറിയിട്ടില്ല. വളരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യും.
പിന്നെ എൻ്റെ നേരെ മൂത്തത് സിസ്റ്റർ സൗഭാഗ്യ, പുള്ളിക്കാരത്തി ഡോക്ടറാണ്. അത് SD ഗവൺമെൻറ് മിഷനാണ്. ഇപ്പോൾ പഞ്ചാബിലാണ്. എൻ്റെ ഇളയത് എൻ്റെ നേരെ ഇളയതും ഈ SD ഗവൺമെൻറ്റിൽ പോയി. പുള്ളിക്കാരത്തി ടീച്ചറായിരുന്നു. പക്ഷേ എന്നിട്ട് അതെല്ലാം വിട്ടിപ്പോൾ ഈ മിണ്ടാമട അവരുടെ തന്നെ ക്ലോയിസ്റ്റേഡ് ഇതിലാണ്, പരിയാരത്താണ്. അച്ഛൻ്റെ ലേറ്റ് വൊക്കേഷൻ ആണെന്ന് അല്ല. എങ്ങനെയാണ്, അതായത് അച്ഛൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അച്ഛന് ദൈവവിളി പൗരോഹിത്യത്തിലേക്കുള്ള വിളി അച്ഛൻ തിരിച്ചറിയുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് ഈ പറഞ്ഞ മാതിരി വലിയൊരു ഒരു കഥയാണ്. അതായത് ഈ കാര്യം കൊച്ചുനാളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ വളർന്ന കൗമാര ഇതിലേക്കൊക്കെ പോയപ്പോൾ പിന്നെ അതെല്ലാം വിട്ടു. അത് വിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അന്നത്തെ 80 കാലമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ ഈ ഗൾഫിലേക്ക് ചുമ്മാ പോയാൽ മതി. അപ്പോൾ വീട്ടിലും ഗൾഫിൽ പോകാം. അപ്പം അങ്ങനെയാണ് ITI പഠിക്കാനായിട്ട് ഈ മൂക്കന്നൂർ ITCയിൽ ചേരുന്നത്. അങ്ങനെ അവിടെ 2 കൊല്ലം ITI ഫിറ്റർ പഠിച്ച് പാസ്സായി. എല്ലാം കഷ്ടിയുള്ള പഠിത്തമാണ്. അപ്പോഴും എനിക്ക് ഈ ഫിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും വലിയൊരു താല്പര്യം വരുന്നില്ല. ഈ മാതാപിതാക്കളുടെ ആളുകളുടെ അന്നത്തെ ട്രെൻഡല്ലേ ഗൾഫിൽ പോവുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് 82-ൽ അത് പാസ്സായിട്ട് ഉടനെ തന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് അമ്മയുടെ ഒരു ബന്ധു ബോംബെയിൽ എൻ്റെ ഒരു ഏജൻ്റ് ഉണ്ട്, പോവുകയാണ്. ബോംബെക്ക് പോയതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ടാണ് തീവണ്ടി പോകുന്നത്. അന്നൊക്കെ ഛർദ്ദിച്ചതും ഒക്കെ അവിടെയൊക്കെ ഞാൻ ഓർക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ഒരു ഘട്ടത്തിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു 10-20 പേര് ഒരു മുറിക്കകത്ത് കിടക്കുന്നു. അപ്പോൾ അവർ പറയണത് 3 മാസത്തിനുള്ളിൽ കടത്തി വിടാമെന്നാണ് പറയുന്നത്. സത്യം പറയട്ടെ, ഈ മറ്റു പലരും പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ. അപ്പോൾ എന്നെ അവിടെ തന്നെ കൊണ്ടുപോയി വേറൊരു പാസ്പോർട്ട് എടുത്തു ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ സംഭവം എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു തിരിച്ചു പോക്കോ, അങ്ങനെ സംഗതി ഒത്തു കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോൾ പിന്നെ വീട്ടിലൊക്കെ അസ്വസ്ഥയായില്ലേ, പോയിട്ട് വീണ്ടും തിരിച്ചു പോകും. പിന്നെ കുറേ നാൾ ഈ പറഞ്ഞാൽ അപ്പൻ കൃഷിയൊക്കെ ആയിരുന്നല്ലോ, കൃഷിയുടെ പുറകെ നടന്നു. പിന്നെ കുറേ നാൾ നാടകത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഒരു 5-6 കൊല്ലം കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് എനിക്ക് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ തുമ്പയിലേക്ക് അപ്രൻറ്റീസായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു നാടകത്തിൽ ഇങ്ങനെ ഇടവപ്പള്ളിയിൽ ഒരു അച്ഛൻ ഒരു നാടകമൊക്കെ ഉണ്ടായി ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നിനക്കൊരു ജോലി കിട്ടുന്ന കാര്യമല്ലേ, പൊക്കോളാൻ പറഞ്ഞ് ഞാനങ്ങനെ തിരുവനന്തപുരം വണ്ടി കയറി അവിടെ ചെന്ന് ഈ അപ്രൻറ്റീസ് തുടങ്ങി. അപ്പോൾ എനിക്കവിടെ താമസിക്കാൻ കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുരാജ ചർച്ച് വെട്ടുകാട് എന്ന് പറയുന്ന ഒരു പിൽഗ്രീം സെൻ്ററാണ്. ഈ കടലിൻ്റെ തീരമാണ്. ഒരു നല്ലൊരു സ്റ്റാച്ചു ഉണ്ട് ക്രിസ്തുരാജൻ്റെ. മണൽപ്പുറത്ത് ഇങ്ങനെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കതിനടുത്തുള്ളൊരു ലോഡ്ജിലാണ് എനിക്ക് താമസിക്കുക. അപ്പോൾ എനിക്ക് ഈ സത്യത്തിൽ മുറിയിൽ നിന്ന് ഇങ്ങനെ കാണാം ഈ വൈകിട്ടത്തെ പ്രാർത്ഥനകളും നൊവേനയും കാര്യങ്ങളും ഒക്കെ. ചുമ്മാ മണൽപ്പുറത്ത് ആളുകൾ കിടക്കുക നീ. അപ്പം ഞാനും ഇങ്ങനെ ഈ അപ്രൻറ്റീസ് നല്ലോണം കഴിഞ്ഞെങ്കിലേ നമുക്ക് അവിടെ ജോലിക്ക് സാധ്യതയുള്ളൂ. അപ്പം ഞാനും പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ ജോലി കിട്ടാനായിട്ട്. എന്ത് വേണ്ട ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ ക്രിസ്തുരാജനുമായിട്ട് ഒരു ബന്ധം. അപ്പോൾ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, ഞാനിങ്ങനെ അപ്പോൾ ഈ സ്റ്റാച്ചുവും ഇതെല്ലാം പള്ളിക്ക് പുറത്താണ്.
ഞാനിങ്ങനെ ആ നടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഉച്ച സമയം ആയതുകൊണ്ട് അധികം വേറെ ഒന്നും അവിടെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിൻ്റെ വഴി ഇതല്ല. 3 പ്രാവശ്യം ഞാനിത് കേട്ടു. ഞാൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ആരെയും കാണുന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് നിൻ്റെ വഴി ഇതല്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ചലച്ചിത്രം പോലെ ഇങ്ങനെ ആ കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം കടന്നു വരുവാണ്. ആ ഒരൊറ്റ നിമിഷം നമ്മൾ ക്രിസ്തുരാജനോട് ഇനി കർത്താവിൻ്റെ വഴിക്ക് എന്നങ്ങോട്ട് പറയുക. അപ്പോൾ ഭയങ്കര ഒരു ധൈര്യമാണ്. പിന്നെ ജോലിയോ ഈ സംഗതി ഇതൊന്നും ഒരു വിഷയമാവണില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി രാജിക്കത്ത് എഴുതി കൊടുത്തു. അപ്പം ഞാൻ ഓർക്കണ്ട, ആ ഓഫീസിലിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഇതെന്താ നിങ്ങൾ ഈ അപ്രൻറ്റീസ് പോലും പൂർത്തിയാക്കാതെ പോകുന്നത് ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. വീട്ടിലും പറഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് പെട്ടി എടുത്തുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് വരും. വീട്ടിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വീട്ടിൽ ഞാൻ തിരിച്ചു ചെന്ന് അപ്പം ഈ എന്താ പറയില്ല, അപ്പച്ചൻ നല്ല കാരനായതുകൊണ്ടും വിശ്വാസിയായതുകൊണ്ടും എന്തോ കാര്യമുണ്ടെന്ന് അപ്പന് മനസ്സിലായി. അപ്പനധികം എതിർത്തില്ല. പക്ഷേ ഈ ചേട്ടന്മാർ വല്ലാതെ എതിർത്ത്, ഇവന് നല്ല സുഖമില്ലാതെ വന്നേക്കണെയാണോ എന്നവരെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇടവകാരീച്ചിൻ്റെ അടുത്ത് ഉടനെ പോയി. അച്ഛനായിരുന്നു ഞങ്ങളെ നാടകമൊക്കെ പഠിപ്പിച്ച്. അപ്പം അച്ഛനും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ആ ഉറച്ച തീരുമാനം. ഉടനെ വികാരിയച്ഛൻ എന്നെ ഈ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അരമനയിൽ. അപ്പം അന്ന് ആ സമയത്ത് ഈ കുട്ടികളുടെ പഠനം തുടങ്ങിയായിരുന്നു. ആ വർഷത്തെ സെമിനാരി പഠനം തുടങ്ങിയായിരുന്നു. 2 മാസം കൊണ്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഈ പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട്, പുന്നോക്കുട്ടി പിതാവായിരുന്നു ഈ വികാരിച്ചും. പിതാവിന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിരുന്നു. അത് പിതാവ് ചെന്ന് ഈ ഇരിക്കുന്ന ആളാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ദാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പിതാവ് കുറേ നേരമൊക്കെ ആലോചിച്ചു, സംസാരിച്ചു. പിന്നെ പിതാവ് ജനറാളച്ഛൻ്റെ അടുത്ത് എന്നെ വിടുന്നുണ്ട്, ചാൻസലറച്ഛൻ്റെ അടുത്ത് വിട്ടു. അവരൊക്കെ ഇങ്ങനെ കുറേ സംസാരിച്ച് പിന്നെ റെക്ടറച്ഛൻ്റെ അടുത്ത് വിട്ടു. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക. അങ്ങനെയാണ് ഞാൻ ആ സെമിനാരിൽ ചേരുന്നത്. ഒരു 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ മറ്റേ കൊച്ചു കുട്ടികളല്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കാരണവരായിട്ട് എങ്കിലും എനിക്ക് അതിനോടൊക്കെ ചേർന്ന് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോഴുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ പഠനത്തിൻ്റെ സകല ടച്ചും വിട്ടായിരുന്നു. ഇംഗ്ലീഷ് കാമാന്നറിയില്ല. അപ്പോൾ PDC ജയിക്കണം, BA ജയിക്കണം, ഫിലോസഫി, തിയോളജി. പക്ഷെ എനിക്ക് എന്തോ ഈ ഒരു ആഗ്രഹം. അപ്പോൾ അതെല്ലാം ഈ തമ്പുരാൻ അത് ക്രമീകരിച്ചു. അങ്ങനെ 10-11 വർഷം അവൾ സെമിനാരി പഠനം കഴിഞ്ഞ് ആലുവയിലായിരുന്നു, മംഗലപ്പുഴ സെമിനാരി. അതെ, 1995 ഡിസംബർ 26-നാണ് പട്ടം കിട്ടുന്നത്. അതിനുശേഷം ആദ്യത്തെ അപ്പോയിൻമെന്റ് എവിടെയായിരുന്നു? ആദ്യം ഒരു 3 വർഷം ഞങ്ങൾക്ക് ഇങ്ങനെ വിവിധ ഇടവകൾ, ഞാൻ കാളിയാർ, കരിമണ്ണൂർ, ഇരട്ടയാർ 3 വർഷം ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഈ കുട്ടമ്പുഴ, തട്ടേക്കാട് പക്ഷി വളർത്തൽ കേന്ദ്രം നോക്കുന്നുണ്ട്, അതിനടുത്ത് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ ഇടവയിൽ 3 വർഷം ഞാൻ വികാരിയായിരുന്നു.
അതിനുശേഷമാണ് ഈ 2 വർഷം ഞാൻ യൂത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അതെ, ഇടുക്കി 20 തിരിയുന്നതിന് മുമ്പ്. അതിനുശേഷം 2 വർഷം ഞാൻ ഈ ITI ബേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ITC ഉണ്ടായിരുന്നു, KN ജോർജ് മെമ്മോറിയൽ ITC മൂവാറ്റുപുഴ. അതിൻ്റെ മാനേജറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിതാവ് ഒരിക്കൽ ഈ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞ് ഇങ്ങനെ തക്കല, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഈ അച്ഛന്മാരെ ആവശ്യമുണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ITI വീണ്ടും അത് തന്നെ പരിപാടി. അപ്പം ഞാൻ ചിന്തിച്ചു, ശരി, ഈ ആഫ്രിക്ക വലിയ അത്രയും ദൂരമല്ലേ, തക്കലയ്ക്ക് പോയേക്കാന്ന് പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഉടനെ പിതാവ് ആലഞ്ചേരി പിതാവിനോട് പറഞ്ഞു, അങ്ങനെ തക്കലയ്ക്ക് പോവാണ്. തക്കലയിൽ 3 വർഷത്തേക്കായി പോകുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാർ തീരെ കുറവല്ലേ, അതിൻ്റെ ആരംഭ സ്റ്റേജുമായിരുന്നു 2004. അപ്പോൾ അങ്ങനെ അവിടെ 3 വർഷത്തേക്ക് പോയ ഞാൻ 12 വർഷം അവിടെ കഴിയാണ്. 4 ഇടവകളിൽ 3 വർഷം. പിന്നെ സെമിനാരിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് മാതൃവേദിയുടെ ഡയറക്ടർ. ഈ അച്ഛന്മാർ കുറവായതുകൊണ്ട് എല്ലാം അപ്പം അത് ഒരുപക്ഷെ സ്വന്തം രൂപതയേക്കാൾ ഈ തക്കല രൂപതയിലെല്ലാവരും എനിക്കറിയാം. എല്ലാ ഇടവകൾക്കിടെയും പോയി ഈ തെരുവ് നാടോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആലഞ്ചേരി പിതാവിൻ്റെ കൂടെ 9 കൊല്ലം, പുതിയ പിതാവ് ജോർജ് രാജേന്ദ്രൻ പിതാവിൻ്റെ കൂടെ 3 കൊല്ലം. അങ്ങനെ അവർ വിടില്ലായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കിടക്കുമല്ലേ, അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് ആക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പിതാവിനോട് പറഞ്ഞ്, അവരോ പറഞ്ഞ മാതിരി അവിടുന്ന് വിടുമല്ലോ, ഇവിടുന്ന് വിളിക്കുന്നുമില്ല. പിന്നെ ഞാൻ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് പിന്നെ പിതാവ് വിട്ടു. എങ്ങനെയുണ്ട് തക്കല രൂപതയിലെ തക്കല രൂപത വിശ്വാസത്തിലേക്ക് ഇങ്ങനെ വന്ന നാടാർ ക്രിസ്ത്യൻസ്. അപ്പം നമ്മൾ സീറോ മലബാർ വിശ്വാസികൾ കുറവാണ് അവിടെ. ചങ്ങനാശ്ശേരിയുടെ ഒരു മിഷൻ പ്രദേശമാണ്. അവിടെ കൂടുതൽ ലാറ്റിൻകാരുണ്ട്, മലങ്കരക്കാരുണ്ട്, മാർത്താണ്ഡം. അതിനിടയിൽ നമ്മളിങ്ങനെ, എങ്കിലും നല്ല ഈ ആരംഭമായതുകൊണ്ടേ നല്ല തീഷ്ണതയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും. അതുപോലെ വളരെ പാവപ്പെട്ട ഇടവകൾ. ഇപ്പം നമുക്ക് അച്ഛന്മാരുടെ അലവൻസ് എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് എടുക്കാനില്ല, അരമനയിൽ പോയി നമ്മൾ മേടിക്കണം. അരമന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്ന അരമനയൊന്നുമല്ല. ഒരു ഡോക്ടറുടെ കെട്ടിടം ഈ പിതാവ് വാങ്ങുകയും ചെയ്തു. ഇന്നും അത് തന്നെയാണ് അരമനയായിട്ട്. അപ്പം അങ്ങനെ വളരെ ലളിതമായിട്ട് ആലഞ്ചേരി പിതാവൊക്കെ വളരെ ലളിതമായിട്ട് ജീവിച്ച സമയങ്ങളിൽ അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. പിന്നെ ആ മിഷൻ എക്സ്പീരിയൻസാണ് എന്നെ സത്യത്തിൽ ഈ ഒരു എൻ്റെ ഒരു സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വരുത്തി. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഈ ബഹളങ്ങളിലൊക്കെ ചിലപ്പോൾ പോയാൽ, പക്ഷെ ആ മിഷൻ എക്സ്പീരിയൻസ് എന്നെ വല്ലാതെ സ്പർശിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമുക്ക് പരാതിയില്ല. ചെറിയ ഇടവയാണെങ്കിലും ആൾ കുറവാണെങ്കിലും നമുക്ക് യാതൊരു പരാതിയില്ല. കാരണം അതിലും നമ്മൾ ജീവിച്ചതുകൊണ്ട്. അങ്ങനെ വലിയൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ എത്തിക്കൊണ്ട്. ഞാൻ 12 വർഷം അച്ഛൻ്റെ ഏകദേശം ഒരു ചെറുപ്പകാലം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. അപ്പൊ അവിടെ നിന്ന് അച്ഛൻ സ്വായത്തമാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛനെ ഏറ്റവും അധികം സ്പർശിച്ച കാര്യങ്ങളെന്ന് പറയാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ്? അതാണ് ഈ പറഞ്ഞത്, ഈ പാവങ്ങളോടുള്ള ഒരു പ്രതിപത്തി, അനുകമ്പ. പിന്നെ അത് അപ്പനായിട്ട് തന്നെ കുടുംബപരമായിട്ട് പോലും ഉണ്ടായിരുന്നു, എങ്കിലും അതെന്നെ കൂടുതൽ സ്പർശിച്ചു. അതുപോലെ ഏത് ലളിത സാഹചര്യവുമായിട്ട് ജീവിച്ച് നമുക്ക് പരാതിയില്ലാത്ത ഒരവസ്ഥ. അവർ വൈകാരിക ഉള്ളവരാണ്. പെട്ടെന്ന് അവർ വികാര പരവശരാകും. അപ്പോൾ ഓർക്കണ്ട്, നമ്മൾ ഒരു രോഗി വീട്ടിലുണ്ട്, അച്ഛനൊന്ന് വരണം, ഒരു പക്ഷേ അന്ന് ചെന്നില്ല എങ്കിൽ പിറ്റേ ദിവസം അവർ വേറെ സഭയിൽ
അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഒത്തിരി ഇങ്ങനെ പെന്തക്കോസ്ത സഭകളൊക്കെ അവിടെയുണ്ട്. അപ്പം അങ്ങനെ, പക്ഷേ അവർ സ്നേഹമാണെങ്കിൽ അവർ വളരെ സ്നേഹത്തോടു കൂടി ഇടപെടുകയും ചെയ്യും. അതുപോലെ അവർക്ക് ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ സമയം കൂടുതലാണെന്നോ ഇതൊന്നും അവർ ഈ 12 വർഷം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ സമയം കൂടുതലാണ് എന്നൊക്കെ പലരും പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവർ ഞായറാഴ്ച അവർക്ക് അത് വിഷയമല്ല. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ അതിനോടൊപ്പം ചലഞ്ചിങ്. പിന്നെ പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ അങ്ങോട്ട് വളരെ തലമുറകളധികം ആയിട്ടില്ലല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. എന്താ ഈ സഭകൾ എന്താണ്, അതാണ് ഇതൊന്നും അവർക്ക് വലിയ, അവർക്ക് ഒരു വിശ്വാസം, വലിയ വലിയ മോഹങ്ങളൊന്നും അവർക്കില്ല. അത് പണിയുക, ജീവിക്കുക, അല്ലാതെ അമേരിക്കയ്ക്ക് പോകണമെന്നോ ജർമ്മനിക്ക് പോകണമെന്നോ. പിന്നെ അവർ പോലീസൊക്കെ ആവാനാണ് പെണ്ണുങ്ങളൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെയൊരു സാഹചര്യമാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ പറഞ്ഞ 12 കൊല്ലം ഞാനവിടെ നിന്നെന്ന് പറഞ്ഞത്. 3 കൊല്ലത്തേക്ക് പോയ ആൾ. അപ്പോൾ എനിക്ക് ആ സാഹചര്യവും അച്ഛന്മാരും ചെറിയ കമ്മ്യൂണിറ്റി, പിതാക്കന്മാർ, ആ ബന്ധം, പിതാവിനെയൊക്കെ ഫോണിൽ വിളിച്ചാൽ മതി, നമ്മൾ പോയി കാണുമൊന്നും വേണ്ട. അപ്പം അത് സന്തോഷകരമായൊരു അനുഭവം. അങ്ങനെ അച്ഛൻ പിന്നെ 12 വർഷം കഴിഞ്ഞ് പിന്നെ ഇവിടെ തിരിച്ചു വരുന്നു. പിന്നെ 5 കൊല്ലം ഞാൻ സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദറായിട്ട് ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇഞ്ചൂർ എന്ന് പറഞ്ഞ ഇടവയിൽ 4 കൊല്ലം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ഈ വണ്ടമറ്റ ഇടവയിൽ കഴിഞ്ഞ് മെയ് 18 വന്നു. അപ്പം അച്ഛൻ നാട്ടിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേരിലുള്ള സ്ഥലം. അപ്പം ഇങ്ങനെ ഈ സ്ഥലം അപ്പം എന്തെങ്കിലും ഒരു നന്മയ്ക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണിത്, അപ്പോൾ അവിടെ അങ്ങനെ നീണ്ടു പോവാണല്ലോ. അപ്പോഴാണ് ഞാൻ ഏതായാലും 12 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ പിതാവ് വന്നു. ഏതായാലും ഒരു 3 കൊല്ലോടെ ആ പിതാവിൻ്റെ കൂടെ നിന്നിട്ട് പോരാന്ന് വെച്ച് അങ്ങനെ പോരുന്നത്. നാട്ടിൽ പിന്നെ അച്ഛൻ തിരിച്ചു വന്നിട്ട് അച്ഛന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിരുന്നു. തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ അച്ഛൻ എന്താ ചെയ്തത്? പഴയ കാരണന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ സ്ഥലങ്ങളൊന്നും വിൽക്കില്ല. ഈ 10 മക്കളുണ്ടായിട്ട് ഈ അപ്പൻ അധികമൊന്നും വിറ്റിട്ടില്ല. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 2 ഏക്കറോളം സ്ഥലം അപ്പം വീതം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പെങ്ങന്മാർക്ക് ഒരു 40 സെൻറ്റ്, 2 പെങ്ങന്മാരെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം 40 സെൻറ്റ് വെച്ച് ഞാനൊരു സ്ഥലത്ത് കൊടുത്തു. അതൊക്കെ അവർക്ക് അനുഗ്രഹമായി കേട്ടോ. അവർക്ക് പുറത്തു പോകാനും വലിയ അനുഗ്രഹമായി. പിന്നെ ജ്യേഷ്ഠനും അനുജനും ഒരു 30 സെൻറ്റ് സ്ഥലം വെച്ച് വേറെ സ്ഥലത്ത് തിരിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മുടെ ഈ പല കുടുംബങ്ങളിലും ഈ വീതം വെപ്പൊക്കെ വരുമ്പോഴേ അസ്വസ്ഥതകളും കാര്യങ്ങളും, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് അത് വലിയൊരു സന്തോഷമാണ്. ആർക്കും ഒരു അതൃപ്തി ആ കാര്യത്തിലില്ല. പിന്നെയാണ് എനിക്ക് ഈ 60 സെൻറ്റ് സ്ഥലം ഒരു പുഴത്തീരത്തുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ വല്യപ്പൻ എന്നുവെച്ചാൽ അപ്പൻ്റെ മൂത്ത ചേട്ടൻ ഒരു ബ്രദറായിരുന്നു. ബ്രദർ അർസേനിയസ് CST സഭയിലെ ആദ്യത്തെ ഒരാളായിരുന്നു. അപ്പം ആ വല്യപ്പൻ്റെ ആയിരുന്നു ആ സ്ഥലം. ആ വല്യപ്പൻ അപ്പന് കൊടുത്തു, അപ്പൻ എനിക്ക് തന്നു. അപ്പോൾ തന്നെ എനിക്കത് അന്യാധീനപ്പെട്ടു പോകുന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വിനിയോഗിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2018 പ്രളയം വരുന്നത്. ഇപ്പോൾ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ രൂപതയിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് അവിടെ കിട്ടി.
അപ്പം ഞാൻ പിതാവിനോട് ചെന്ന് ചോദിച്ചു. പിതാവിന് സന്തോഷം. അപ്പോൾ അതിൽ നിന്ന് അവർ ഒരു 7 വീട്ടുകാരെ സെലക്ട് ചെയ്ത് തന്നു. പിന്നെ അരമനയിൽ നിന്ന് തന്നെ ആ സ്ഥലമൊക്കെ തിരിച്ച് ഇങ്ങനെ പ്ലോട്ടാക്കിയൊക്കെ തന്നു, കിണറൊക്കെ കുത്തി തന്നു. അങ്ങനെ ഈ 7 വീട്ടുകാർക്ക് അത് ആധാരം ചെയ്ത് പിതാവ് ആ സ്ഥലത്ത് വന്ന് ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി ആ പുഴത്തീരത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം ഒരാൾക്കൂടെ കൊടുക്കാം, 5 സെൻറ്റ് ഒരാൾക്കൂടെ. അപ്പോൾ പിതാവ് പറഞ്ഞു അതവിടെ കിടക്കട്ടെ. പക്ഷെ ആ പിതാവ് പറഞ്ഞ് നന്നായി. കാരണം അന്നേരം പിന്നീട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രാർത്ഥനാലയം അവിടെ രൂപപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലൊക്കെ ഉള്ളവർ ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പിന്നെ ഇവരെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ചാപ്പൽ വന്നു. അപ്പം ഞാൻ ഈ തക്കലയുള്ളത് കൊണ്ട് എനിക്ക് ദൈവസഹായം പിള്ളയായിട്ട് ഭയങ്കരമായൊരു ടച്ച്. അപ്പം ഞാനവിടേക്ക് ആയിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധ കാര്യങ്ങളൊക്കെ നടക്കണേ. അപ്പോൾ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ നാമത്തിൽ ഞങ്ങളൊരു ചാപ്പൽ അവിടെ പ്രാർത്ഥന കൂട്ടായിരുന്നു. വിശുദ്ധ കുർബാനയൊന്നുമില്ല കേട്ടോ. ഒരു പക്ഷേ കേരളത്തിൽ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ നാമത്തിലുണ്ടാകുന്ന ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ പ്രാർത്ഥനയും ആരാധനയും വചനപ്രഘോഷണമുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ചകളിലും 10 മണി മുതൽ 2 മണി വരെ ശുശ്രൂഷ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരിസരത്തുള്ളവർക്കൊക്കെ വന്നു കൂടാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് ഈ ഒരു കൂട്ടായിട്ട് നിൽക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവസഹായം പിള്ള, വിശുദ്ധ ദൈവസഹായം പിള്ളയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. അച്ഛൻ നാടകത്തിലൊക്കെ താല്പര്യമുള്ള ആളാണ്. വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ഒരു നാടകം അച്ഛൻ രചിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. രചിച്ചു, സംവിധാനം ചെയ്തു. 25 സ്റ്റേജ് അത് പൂർത്തിയായി. ഇനിയും ഇപ്പം ഈ മഴക്കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവരൊക്കെ ഉണ്ട് അഭിനയിക്കും. എവിടെ സ്റ്റേജ് കിട്ടിയാലും ഞങ്ങളത് അഭിനയിക്കും. അച്ഛൻ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ഒരു നാടകം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ചെറുപ്പകാലം മുതലേ അച്ഛന് ഈ രചന, സംവിധാനം അതിലൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ പല കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ചെറുപ്പകാലഘട്ടം, പിന്നെ ഇടവകയിലുണ്ടായിരുന്ന സംഘടന ജീവിതം, അതിനുശേഷം സെമിനാരി, പിന്നെ അതിനുശേഷം ഇടവകയിൽ സേവനം ചെയ്തു, തക്കല രൂപതയിൽ പോയത്, ഈ കാലഘട്ടങ്ങളിലൊക്കെ കലയിലും സാഹിത്യത്തിലും അച്ഛനെ നറിഷ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ കലയിലും സാഹിത്യത്തിലും അച്ഛനെ ആർജിക്കാൻ പറ്റിയ നല്ല നല്ല എക്സ്പീരിയൻസുകൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അതെ, അത് ഈ ഇടവകയിൽ തന്നെ ജോസ് കോട്ടൂർ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ ഒക്കെ കൊച്ചുനാളിൽ. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛനൊരു ഈ യുവജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു 3 മാസം കൂടുമ്പോൾ അച്ഛൻ ഒരു നാടകം അവതരിപ്പിക്കും. ഈ CL ജോസിൻ്റെ അന്നത്തെ കാലത്തൊക്കെ നല്ല നാടകങ്ങൾ. അപ്പോൾ ഇത് കണ്ടാണ് എനിക്ക് ഈ നാടകത്തോട് ഒരു താല്പര്യം വരുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉത്സവമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ നാടകമായിട്ടും കഥാപ്രസംഗമായിട്ടും ഞങ്ങൾ കുറേ പിള്ളേർ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ രാവിലെയൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ കലയോട്, ഈ നാടകത്തോട്, സ്റ്റേജ് പരിപാടികളോട് വലിയൊരു താല്പര്യം ഉണ്ടായി. പിന്നെ വികാരിയായിട്ട് വന്നൊരു തോമസ് ചെട്ടിപ്പറമ്പിൽ അച്ഛനാണ് ഞങ്ങളെ കൂട്ടി ഒരു നാടകം അവതരിപ്പിക്കുക. അതിനകത്തും എനിക്ക് റോൾ കിട്ടി. അങ്ങനെയാണ് ഈ നാടകത്തോട് ആഭിമുഖ്യം വരുന്നത്. പിന്നെ സെമിനാരി ചെന്നപ്പോൾ പിന്നെ എല്ലാ വർഷവും നാടകമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നടത്തണം. സർവ്വ പരിപാടി നമ്മൾ ചുമന്ന് വരുവാണ്. മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലും ഒക്കെ. അപ്പോൾ ഇന്നും കൂട്ടുകാരന്മാർ ഒക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ നാടകത്തോട് പിന്നെ അപ്പം ഞാൻ ചിന്തിച്ചു, പട്ടം കിട്ടിക്കഴിഞ്ഞ് ഇനി നാടകമായിട്ട് നടന്നാൽ ശരിയാവില്ല.
പിന്നെ എന്തുകൊണ്ട് വീണ്ടും നാടകത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ പ്രൊഫസേഴ്സ് ആയാലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ കൂട്ടുകാർ അച്ഛന്മാർ വേറെ രൂപതയിലുള്ളവരും ഇടയ്ക്ക് വെച്ച്, അപ്പോൾ നാടകമില്ലേ, ഞാൻ എവിടെയാണെന്നോ ഏത് പള്ളിയിലാണെന്നൊന്നല്ല അവരറിയാം, അത് നാടകമില്ലേ ഇപ്പം. ശേ, അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് തമ്പുരാൻ എനിക്ക് ഇങ്ങനെ ഒരു കഴിവ്, ഇങ്ങനെയാണല്ലോ എന്നെ അറിയപ്പെടുന്നത്. ശരി, എങ്കിൽ ഈ ഒരു കഴിവ് എങ്കിൽ ഇത് നമുക്ക് നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചേക്കാം, അത് മടക്കി കെട്ടണ്ട എന്നുള്ളൊരു ചിന്ത തോന്നും. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ദൈവസഹായം പിള്ള, അപ്പോൾ ആ ഒരു വിശുദ്ധനെ ഈ കേരള ജനതയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പും ഉണ്ടല്ലോ, അപ്പം ഞാൻ ആശയം അവിടെ പങ്കുവെച്ചു. ശരി, അവരും തയ്യാറായി. അങ്ങനെ ഞാൻ നാടകം എഴുതി, 2.5 മണിക്കൂറിൻ്റെ നാടകം. ഈ സ്റ്റേജിൽ കയറാത്തവർ പോലും ഒന്ന് സ്റ്റേജിൽ കയറി അഭിനയിച്ചു. ആ നാടകം ജനങ്ങൾ കൈ നീട്ടി ഏറ്റെടുത്തു. 25 സ്റ്റേജ് അത് ഇപ്പോൾ പൂർത്തിയായി. പുതിയ അത് കഴിഞ്ഞ് നമ്മുടെ ഈ MSJ സിസ്റ്റേഴ്സിൻ്റെ ഫൗണ്ടർ പഞ്ഞിക്കാരനച്ഛൻ ധന്യനായി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ധന്യനായ പഞ്ഞിക്കാരനച്ഛനെക്കുറിച്ച് ഒരു നാടകം എഴുതി. അത് 11 സ്റ്റേജ് കഴിഞ്ഞു. മറ്റേ ദൈവസഹായം പിള്ളയെക്കുറിച്ചുള്ള നാടകം കാറ്റാടിമലയിലെ മണിമുഴക്കം. അങ്ങനെ 2 ചരിത്ര നാടകങ്ങൾ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഒരു സാമൂഹ്യ നാടകത്തിന് പ്രസക്തി എങ്ങനെയുണ്ട്, അതിലൊന്ന് കൈവച്ച് നോക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ഇടവയിൽ, ഇഞ്ചൂർ ഇടവയിൽ പെരുന്നാളിന് അങ്ങനെ ഒരു സാമൂഹ്യ നാടകം, മാഞ്ചേരി മാത്തപ്പൻ എന്ന് പറയുന്ന ഒരു നാടകം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് ഇഷ്യൂസ്, ഈ വന്യമൃഗശല്യം, കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നത്, ഒരു പള്ളിയുടെ അന്തരീക്ഷം, ഒരു ഹൈ റേഞ്ചിൽ ഒരു ഇടവയെ കേന്ദ്രീകരിച്ച്, അതും ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതായാലും അപ്പോൾ അതും ഒരു ശുശ്രൂഷയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവിടെയും ഈ ഇടവക്കാർ പലരും നല്ല കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരെയും സംഘടിപ്പിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും പെട്ടെന്ന് പുതിയൊരു നാടകത്തിന്റെ വർക്ക് സ്റ്റാർട്ട് അതെ തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു പാതയാണ്. കാരണം അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന, അച്ഛൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നാടകത്തിലൂടെ ഞാനും അഭിനയിച്ചു. ഈ ദൈവസഹായം പിള്ളയിൽ ഞാനും ഈ സ്റ്റേജ് മുഴുവൻ അഭിനയിച്ചു. അതിനകത്ത് ഈ ദൈവസഹായം പിള്ളയെ മാമോദീസ മുക്കുന്ന ഒരു അച്ഛനുണ്ട്, ഫാദർ ബുട്ടാരി. അപ്പോൾ അതായിട്ട് ഞാനും അഭിനയിച്ചു. അച്ഛൻ തക്കല രൂപതയിലായിരുന്ന സമയത്താണ് വിശുദ്ധ ദൈവസഹായം പിള്ളയെ കുറിച്ച് കൂടുതൽ അവിടെ പോകുന്നതും. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം വിശുദ്ധന്റെ പേരിൽ ഒരു ചാപ്പൽ ഉണ്ടാക്കി നാടകം രചിച്ചു. എങ്ങനെയാണ് വിശുദ്ധന്റെ ജീവിതം അച്ഛനെ സ്വാധീനിച്ചത്? വിശുദ്ധന്റെ ജീവിതം സ്വാധീനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹൈന്ദവനായിരുന്ന വ്യക്തി ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുകയും ബൈബിൾ ആർത്തിയോടെ വായിച്ച് ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും 6 വർഷമാണ് അദ്ദേഹം വിശ്വാസിയായിട്ട് ജീവിച്ചത്. അപ്പോൾ അതുമുതലിങ്ങനെ അതിനകത്ത് ഈ 6 വർഷവും പീഡകൾ, ഈശോ അനുഭവിച്ച ആ പീഡകളോട് തുല്യമായ പീഡകളാണ്. എന്ന് വെച്ചാൽ ശരീരം അടിച്ച് പൊട്ടിച്ചിട്ട് മുളകരച്ച് തേച്ച് വെയിലത്ത് കിടത്തുക, ഈ നീറ്റ് ഇടുക, കുരങ്ങൻ്റെ കൂട്ടിലിടുക, എറുമ്പിൻ കൂട്ടിലിടുക. അപ്പോൾ അന്നത്തെ രീതിയിലുള്ള ഈ പീഡകൾ, അതുപോലെ ഇങ്ങനെ ഈ കെട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ കോലയിൽ വെച്ച് കെട്ടിയൊക്കെ കൊണ്ടുപോവുക, പോത്തിൻ്റെ പുറത്തിരുത്തി കൊണ്ടുപോയി ഈ അപമാനിക്കുക, എന്നിട്ടും ആ വ്യക്തി പിടിച്ചു നിന്നു എന്നുള്ളതാണ്. വെറും 5-6 വർഷത്തെ വിശ്വാസ പാരമ്പര്യമാണെന്ന് ഓർക്കണം. അത് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ടി വരുവാണ്. അതാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച്. നാടകങ്ങളൊക്കെ എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ചും ചരിത്ര നാടകങ്ങളിൽ പുണ്യവാന്മാരായ ആളുകളെ പറ്റിയാണ് അച്ഛൻ നാടകം എഴുതുന്നത്. അപ്പൊ അത് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചുകൾ അച്ഛന് നേരിടേണ്ടതായിട്ടോ? വലിയ ചലഞ്ച് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആരോ നമ്മൾ നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞ് വരുവാണ് ഓരോ രംഗം. പിന്നെ ചലഞ്ച് ഇതിന് പറ്റിയ കഥാപാത്രങ്ങൾ കിട്ടുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവർ കയറിക്കഴിഞ്ഞാൽ അവർ ജീവിക്കുകയായിരുന്നു. ആളുകളും പറയാൻ എന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്രാർത്ഥനാ ചൈതന്യത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ പുണ്യവാളൻ്റെ അനുഗ്രഹം. ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. ഈ നാടകം കഴിഞ്ഞപ്പോൾ ഒരു 8 വയസ്സുള്ള പെങ്കൊച്ച് വിട്ട് നിലവിളിക്കുകയാണ്. ഇതിനെ സിസ്റ്റേഴ്സ് വന്ന് സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ഇതാ നിലവിളി നിർത്തുന്നില്ല. അപ്പോൾ ഇതെന്താ മോളെ, ഞങ്ങൾ ദൈവസഹായം പിള്ളേ വെടിവെച്ച് കൊന്നെന്നും പറഞ്ഞാണ് ഈ കൊച്ചു നിലവിളിക്കുന്നത്. അപ്പോൾ കൊച്ചു വിചാരിച്ച് ഇയാളെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് ഈ കൊച്ചിനെ സ്റ്റേജിൻ്റെ പുറകെ കൊണ്ടുപോയി ഈ ദൈവസഹായം പിള്ളയെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ആ കൊച്ചിന് അങ്ങനെ അനുഭവം ഉണ്ടായി. ഒരു ഹൈന്ദവ സ്ത്രീ ഇത് കണ്ടിട്ട് എങ്കിലും എനിക്കിതൊന്ന് കാണണമെന്നും പറഞ്ഞ് അത് കാറ്റാടിമലയ്ക്ക് പോയിട്ടുണ്ട്. പലർക്കും രോഗശാന്തികൾ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ പ്രഘോഷിക്കാനുള്ള ഒരു ശക്തി നമ്മൾ ആ നാടകത്തിലൂടെ കറക്റ്റായിട്ട് നമ്മളാ പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അനന്യത. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് ലഭിച്ചു. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അതായത് ഇപ്പോൾ നാടകങ്ങൾ ചെയ്യണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒത്തിരി വിഷയങ്ങളിലേക്ക് അച്ഛൻ കടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണ് നാടകത്തിനോടൊപ്പം തന്നെ? നാടകത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പുരോഹിതൻ എന്ന നിലയിൽ 1-ാം സ്ഥാനം നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് തന്നെയാണ്. പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്നൊരു താലന്ത് അത് നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന ശുശ്രൂഷ അത് എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ ആ താലന്ത് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. അത് ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതെ, ഞങ്ങളുടെ ടീമിൽ അത് എല്ലാവരിലേക്ക് അത് എത്തിക്കണമെന്നാണ് ഈ വിശുദ്ധൻ്റെ. അതാണ് അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ പറഞ്ഞു ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ദൈവവിളി തിരിച്ചറിഞ്ഞ് പുരോഹിതനായത്. അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അച്ഛൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് വിശ്വാസ തീക്ഷ്ണത നൽകിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഏതെങ്കിലും ഒരു പോയിന്റിൽ അച്ഛന് തോന്നിയിട്ടുണ്ടോ എനിക്ക് പഴയ ജീവിതമായിരുന്നു പുരോഹിത ജീവിതത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞാണ് ഈ സെമിനാരി പോയതെങ്കിൽ ഇത് കറക്റ്റായിരുന്നു. ചിലപ്പോൾ ഞാൻ അവിടെ നിൽക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകളും കാര്യങ്ങളും സാഹചര്യങ്ങളും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ 23 വയസ്സ് കഴിഞ്ഞ് പോയതുകൊണ്ട് പിന്നീട് ഒരിക്കലും തിരഞ്ഞെടുത്ത വഴി തെറ്റാണെന്നോ പുറകോട്ട് ചിന്തിക്കാനോ എനിക്ക് ഇട വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ഇത്രയും കാലം ഇങ്ങനെ കറക്കിക്കൊണ്ട് നടന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. അല്ലെങ്കിൽ നമ്മളെ കിട്ടില്ല. അപ്പോൾ അത് വലിയൊരു സത്യം തന്നെ. ഇപ്പോൾ നമ്മുടെ സഭയിൽ ചിന്തിക്കുകയാണെങ്കിൽ കലാകാരന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവായിട്ടുള്ള പുരോഹിതന്മാരുണ്ട്, അതുപോലെ ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ വിശ്വാസ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ് അച്ഛൻ? അതായത് ആളുകളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക എന്നുള്ളത് മാത്രമാണ് വിശ്വാസം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കല, സാഹിത്യം, ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുക, അതൊക്കെ അതിനപ്പുറത്തേക്ക് വരുന്നതാണ്. അതൊന്നും എന്താ പറയുക, വിശ്വാസമായിട്ട് നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ കലയിലൂടെയും നമുക്ക് ദൈവത്തിനെ പ്രഘോഷിക്കാൻ പറ്റും, സാഹിത്യത്തിലൂടെയും അത് പറ്റും, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പറ്റും. അപ്പോൾ എന്താണ് അച്ഛന് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ? ഏതായാലും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒത്തിരി പേര് വിനിയോഗിക്കുന്നുണ്ട്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ, നന്മകൾ, വചനവും ഒക്കെ കടന്നു വരുന്നുണ്ട്. എനിക്ക് പിന്നെ അതിനോട് ഈ കമ്പ്യൂട്ടർ കാര്യങ്ങളോടൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് അത്രയും അങ്ങോട്ട് അതിനോട് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്ന
ഈ കല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് ആ നാടകം, കാറ്റാടിമലയിലും മണിമുഴക്കം നാടകം കാണുന്ന ഒരു വ്യക്തിക്ക് ആ വിശുദ്ധൻ്റെ ജീവിതം മുഴുവനും സന്ദേശവുമാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു സത്യമാണ്. അപ്പോൾ 1 മണിക്കൂർ ഒരു 5 ദിവസത്തെ അതിനെക്കുറിച്ചുള്ള പഠനത്തേക്കാൾ അത് ഉപകരിക്കും. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ്വാദന ഹൃദയമുണ്ടല്ലോ. അപ്പോൾ കാണുക, കേൾക്കുക, ആസ്വദിക്കുക, ഇതോടെ വരുമ്പോൾ അത് വളരെ വ്യക്തമായി കിട്ടും. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി ഈ നമ്മുടെ വേണ്ടത്ര ഈ മേഖലയിൽ പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് വലിയൊരു ചലഞ്ചായിട്ട് നിൽക്കുകയാണ്. അതെ, അത് വലിയൊരു ചലഞ്ചായിട്ട്. എന്നിട്ടും ഒത്തിരി പേര് ഈ ഒരു മേഖലകളിലേക്ക് കടന്നു വരുമ്പോഴും ആളുകളിൽ പലരും പ്രതികരിക്കുന്നത് ഒന്നുകിൽ പുരോഹിതനായിട്ടിരിക്കും, ഒന്നുകിൽ സന്യസ്തിയായിട്ടിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ പോവൂ എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇത് ദൈവത്തിന്റെ താലന്തുകളാണ് എന്നുള്ള, അതാണ് അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് അച്ഛന് പറയാനുള്ളത്. പിന്നെ വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖല കൂടിയാണിത്. അതാണ് ഈ ഒരു നമ്മൾ അറച്ചു നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകുമോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1-ാം സ്ഥാനം ഒരു പുരോഹിതൻ എന്ന നിലയിൽ നമ്മൾ ശുശ്രൂഷിക്കും ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലേ, അല്ലാതെ ഇതിന് നമ്മൾ 1-ാം സ്ഥാനം വന്നാൽ സംഗതി പോയി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അച്ഛൻ അവസാനമായിട്ട് നമ്മുടെ യുവജനങ്ങളോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? കാരണം പ്രത്യേകിച്ച് ഒരു യുവജന സംഘടനയുടെ ഡയറക്ടറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ള നിലയ്ക്ക് അച്ഛന് കറക്റ്റായിട്ട് യുവജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അത് കൂടാതെ തന്നെ ഒരു നാടക രചയിതാവും സംവിധായകനും ഒക്കെയാണ്. അപ്പം സൊസൈറ്റിയുടെ പൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അച്ഛൻ. അപ്പം യുവാക്കളോട് അച്ഛൻ എന്താണ് പറയുന്നത്? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച കാര്യമാണ് എനിക്ക് ഈ കുട്ടികളോടും യുവജനങ്ങളോടും പറയാനുള്ളത്. എന്ന് വെച്ചാൽ ദൈവം ഒരാളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഒരു ജീവിതാന്തസ്, ഒരു തൊഴിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രവേശിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്താതെ വേറെ ഏത് ജീവിതാന്തസ്സിലേക്കോ ഏത് തൊഴിലിലേക്കോ പോയാലും ഒരിക്കലും ആ ജീവിതം സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ചിലപ്പോൾ പൈസ ഉണ്ടാക്കാതിരിക്കും, നോ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ആൻമരിയ പോലും, ആൻമരിയ പഠിച്ചെന്ന് പറഞ്ഞില്ലേ, ആൻമരിയ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ മേഖലയല്ല ആൻമരിയ തിരഞ്ഞെടുത്തെങ്കിൽ ഇതിൽ ആൻമരിയ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഇത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ആ ITI പഠിച്ച് ഞാൻ ഗൾഫിനൊക്കെ പോയി എൻ്റെ ജീവിതം നശിച്ചു പോയേനെ. അപ്പോൾ ദൈവം ഇച്ചിരി വൈകിയാണെങ്കിലും തമ്പുരാൻ ആഗ്രഹിച്ച ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഈ ജീവിതാന്തസ്സോ തൊഴിലോ മാറിപ്പോകാതിരുന്നാൽ ആ ജീവിതം വിജയിച്ചു. മാറിപ്പോയാൽ നമ്മൾ അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ ഹിതമല്ല. കൃത്യമായിട്ട് ആ ദൈവവിളി തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുള്ള വഴി എന്താണെന്നും കൂടെ കൃത്യമായിട്ട്. അതിനുള്ള വഴി എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഉള്ളിൽ ഒരു 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 ഇതുണ്ടല്ലോ, മനസാക്ഷിയുടെ സ്വരം, താല്പര്യങ്ങൾ, അതുപോലെ മറ്റുള്ളവർ. ഞാൻ പറഞ്ഞില്ലേ കൊച്ചുനാളിൽ അവരെന്നോട് സിസ്റ്റേഴ്സ് പറഞ്ഞത്, ഈ ചേച്ചിമാരൊക്കെ വരുമ്പോഴൊക്കെ ഇതൊക്കെ പരോക്ഷമായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തെളിഞ്ഞു വന്നത് ആ ഒരു ദൈവം ഇടപെട്ട ആ നിമിഷത്തിലാണ്. പലരിലൂടെ ദൈവം ഇടപെടും. പ്രത്യേകിച്ച് ഇത്രയും ചിന്തിക്കുക, എനിക്ക് കിട്ടിയ കഴിവുകേടുകളും സാഹചര്യങ്ങളും വെച്ച് ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒരു വ്യക്തി അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തമ്പുരാൻ അത് മനസ്സിലായിക്കോളും. ദൈവത്തിന്റെ സ്വരം കൃത്യമായിട്ട് ശ്രവിക്കുക എന്നുള്ളതാണ്. അതാണ് അച്ഛൻ്റെ ജീവിതം കൊണ്ട് അച്ഛന്
യുവാക്കൾക്ക് പറഞ്ഞു അതെ അതെ, ഇത് മാറിപ്പോകുന്നതാണ് ഒത്തിരി ജീവിതങ്ങൾ ദുരന്തങ്ങളായി തീരുന്നത്. എന്ത് കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം? പറഞ്ഞു വരുമ്പോൾ അച്ഛൻ്റെ ജീവിതവും ഒരു നാടകത്തിനുള്ള കഥയ്ക്കുള്ളതുണ്ട്. കാരണം അച്ഛൻ്റെ ജനനം മുതൽ അച്ഛൻ കടന്നു വന്ന വഴികൾ, ഇപ്പോൾ അച്ഛൻ പ്രവർത്തിക്കുന്ന മേഖലകൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അച്ഛനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളായിക്കോട്ടെ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിക്കോട്ടെ, കുറേ കൂടെ ഒരുപാട് പേരെ ദൈവത്തിൻ്റെ എന്താ പറയുക സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് അച്ഛന് സാധിക്കട്ടെ. ഒപ്പം തന്നെ എല്ലാവർക്കും കുറേ കൂടെ വിശ്വാസ തീക്ഷ്ണത പകരാനായിട്ട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അതുപോലെ ജീവിത സാഹചര്യം കൂടെ ഒത്തിരി പേരെ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതുമാണ്. അപ്പം അച്ഛൻ്റെ വരുന്ന വഴികളിലെല്ലാം ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമാകാനും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യണം. താങ്ക് യു വെരി മച്ച്.